ബൈബിളിലെ ക്രൂശീകരണ വിവരണങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എത്ര പേർക്കാണ് യേശുവിനെ നഷ്ടപ്പെട്ടത്? 30 വെള്ളിക്കാശിന് ഗുരുനാഥനെ ഒറ്റിക്കൊടുത്ത യൂദാസ്, തള്ളിപ്പറയുന്ന പത്രോസ്, ക്രൂശിക്ക എന്ന് ആർത്തു വിളിക്കുന്ന ഒരു ജനം, കൈ കഴുകി ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് നിസ്സംഗതയോടെ ഒഴിഞ്ഞു മാറിയ പീലാത്തോസ്. ഇങ്ങനെ യേശുവിനെ നഷ്ടപ്പെട്ടവർ അഥവാ യേശുവിനെ നഷ്ടപ്പെടുത്തിയവർ പലരാണ്. അനുതാപത്തിൻ്റെ കൈവഴികളിലൂടെ സഞ്ചരിച്ച് നമുക്ക് നഷ്ടപ്പെട്ട ദൈവത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു സന്ദർഭമാണ് ഈസ്റ്റർ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഉയർപ്പിൻ്റെ പൊരുളും സന്തോഷവും ഇതുതന്നെയാണ്. ക്രിസ്തു മരണത്തെ തോൽപ്പിച്ചു എന്നത് മാത്രമല്ല, നഷ്ടപ്പെട്ട കർത്താവിനെ എനിക്ക് തിരികെ ലഭിച്ചു എന്നതും അർത്ഥപൂർണമായ ഒരു ഈസ്റ്റർ എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തെ തിരികെ ലഭിക്കുന്ന സന്തോഷം. നാം നമ്മുടെ കർത്താവിനെ അവഗണിച്ച് പലതും സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സമ്പത്ത്, കീർത്തി, പ്രശംസ, ആദരവ്, അംഗീകാരം, ഇങ്ങനെ പോകുന്നുണ്ട്. എന്തും സ്വന്തമാക്കുകയല്ല, ക്രിസ്തുവിനെ സ്വന്തമാക്കുകയാണ് പരമപ്രധാനം.